വാർദ്ധക്യത്തിന്റെ സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെ ചേർത്ത് നിർത്തുകയാണ് കോഴിക്കോട്ടെ വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം. വയോജനങ്ങൾക്കായി കൂട്ടായ്മ സംഘടിപ്പിച്ച് അവരെ എപ്പോഴും ഊർജ്ജസ്വലരായി നിലനിർത്തുകയാണ് സേവാ സംഘത്തിന്റെ ലക്ഷ്യം. അതിനായി നിരവധി പരിപാടികളുമുണ്ട്. അവരുടെ സന്തോഷം കാണുന്നവർക്കും ആനന്ദം പകരുകയാണ്. ഇവരേറ്റ വെയിലാണ് നമ്മുടെ തണൽ. നമുക്ക് മുന്നേ നടന്നവരാണ്. കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി യൗവനം സമർപ്പിച്ചവർ. ഇവരുടെ മുഖത്ത് വിരിയുന്ന ചിരിയിലുണ്ട് സകലതും. ഇവരെയൊക്കെ ഇങ്ങനെ ഒരു കുടക്കീഴിൽ ചേർത്തു നിർത്തിയത് വയോമിത്ര കൂട്ടായ്മയാണ്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ചതാകട്ടെ വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘവും. 2024 മാർച്ച് 7 വയോമിത്ര കൂട്ടായ്മ ആരംഭിച്ചത്. കൂട്ടായ്മയുടെ പ്രവർത്തനം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഇവർ തന്നെ പറയും. വ്യാഴാഴ്ച ഒരു ദിവസം വരാൻ വേണ്ടി കാത്തിരിക്കുക. ഒരു 1.5 മണിക്കൂർ ഇവിടെ ഇരുന്നാൽ കളിയും ചിരിയും പാട്ടും ഒക്കെ ആയിട്ട് അങ്ങനെ സമയം പോവുക. പ്രത്യേകിച്ച് കുട്ടികളും മക്കളൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരും കൂടെ ഇങ്ങനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. വ്യാഴാഴ്ച ആവാൻ വേണ്ടിയിട്ട് 4 മണി ആവാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. 3-4 മാസം മരിച്ചിട്ട് ഭയങ്കര വിഷമേന്. അപ്പോൾ ഞാനിവിടെ വന്നാലും കുറച്ച് സമാധാനം ഉണ്ടാവും. അതിന് വരണത് അവരോട് സംസാരിക്കുക, പാട്ടും കഥയായിട്ട്. പാട്ട് പാടൂല എന്നാലും വല്ല കൂടുതൽ ഇങ്ങനെ ആയിട്ട്. അപ്പം നല്ല സന്തോഷത്തിലാണ് പോവുക. ചായ കുടിച്ച് എല്ലാവരും കൂടിയിട്ട് നല്ല സന്തോഷമാണ്. വീട്ടിലൊരു കാര്യം ശ്രദ്ധിക്കാണ്ട് നമുക്ക് ഇവിടെ ഒരു സന്തോഷമാണ്. കളിയും ചിരിയും പാട്ടും എല്ലാം ആയിട്ട് എല്ലാം മറന്നിട്ടുള്ള ഒരു ഇതാണ് ഞങ്ങൾക്ക് ഇവിടുത്തെ ഉള്ള കൂട്ടായ്മ. കളിയും ചിരിയൊക്കെ ആകുമ്പോൾ നമുക്ക് എല്ലാം മറന്നിട്ടുള്ള ഒരു സമാധാനം കിട്ടും ഇവിടെ വന്നാൽ. ഞങ്ങൾക്കെല്ലാവരും ഇവിടെ ഈ പരിപാടിയിൽ വരുന്നത് വളരെ സന്തോഷം തരുന്ന ഒരു പരിപാടിയാണ്. എല്ലാ വ്യാഴാഴ്ചയും വൈകുന്നേരം 4 മണി മുതൽ 5:30 വരെയാണ് ഈ ഒത്തുചേരൽ. പാട്ടുപാടിയും ചിരിച്ചും കളിച്ചും സന്തോഷവും സങ്കടവും പരസ്പരം പങ്കുവച്ചും കൊച്ചു വർത്തമാനം പറഞ്ഞും കുറെ നല്ല നിമിഷങ്ങൾ. ഒടുവിൽ ചായയും കടിയും കഴിച്ച് അടുത്ത വ്യാഴാഴ്ച കാണാമെന്ന് പറഞ്ഞ് മടക്കം. ജീവിത സായാഹ്നത്തിൽ ഒറ്റപ്പെട്ടു പോകാമായിരുന്ന ഇവരെ ഇങ്ങനെ ചേർത്ത് നിർത്തിയതിന്റെ ക്രെഡിറ്റ് വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘത്തിനുള്ളതാണ്. വയോമിത്ര അംഗങ്ങൾക്കായി 2 മെഡിക്കൽ ക്യാമ്പുകൾ, എല്ലാ മാസത്തിലും ഒരു തവണ BP, ഷുഗർ പരിശോധന, വ്യത്യസ്ത സ്ഥലങ്ങളിലേക്കായി യാത്രകൾ, അങ്ങനെ നിരവധി കാര്യങ്ങൾ വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം ഇതിനോടകം ചെയ്തു കഴിഞ്ഞു. ഇവിടെ വരുന്ന സമയത്ത് അവർ ഓരോ വീട്ടിൽ നിന്നാണ് വരുന്നത്. പക്ഷെ അവിടെ എത്തുന്ന സമയത്ത് അവരെല്ലാവരും ഒരു കുടുംബം അല്ലെങ്കിൽ ഒരു വീട് പോലെ ആയി മാറുന്ന തരത്തിലുള്ള കാര്യപരിപാടികളാണ് വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം ഈ വയോമിത്ര കൂട്ടായ്മയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളത്. വിവേകാനന്ദ സേവാ പ്രവർത്തക സംഘം മുന്നോട്ട് വെച്ച വയോമിത്ര കൂട്ടായ്മ മറ്റുള്ളവർ കൂടി മാതൃകയാക്കണം. നഗരത്തിലും ഗ്രാമത്തിലും ഇത്തരം വയോമിത്ര കൂട്ടായ്മകൾ ഉണ്ടാകണം. അത് ഈ കാലഘട്ടത്തിന്റെ കൂടി ആവശ്യമാണ്. ജനം, കോഴിക്കോട്. വാർത്തയുടെ അവസാനം പറഞ്ഞ പോലെ നഗരത്തിലും ഗ്രാമങ്ങളിലും ഒക്കെ ഇത്തരം കൂട്ടായ്മകൾ ഇനിയും ഉണ്ടാകട്ടെ. കഴിഞ്ഞ കുറേ സമയങ്ങളെ നമ്മൾ പറഞ്ഞത് ലഹരിയുടെയും അക്രമത്തിൻ്റെയും ഒക്കെ വാർത്തകളാണെങ്കിൽ ഇത്തരം മനസ്സിന് കുളിർമയേകുന്ന സന്തോഷം നൽകുന്ന വാർത്തകൾ കാണുമ്പോൾ വളരെ വളരെ ആശ്വാസമുണ്ട്. അമ്മമാരുടെ മുഖത്തെ ചിരിയും കളിയും സന്തോഷവും ഒക്കെ കാണുമ്പോൾ വലിയ ഒരു നമ്മളും ആ ഒരു സന്തോഷത്തിലേക്ക്, ആ എനർജിയിലേക്കൊക്കെ എത്തുന്നു.